എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ലയണസ് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ലയൺ MJF അശ്വതി ജോയ്, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി KC റോസക്കുട്ടി ടീച്ചർ, കോട്ടയത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ കളക്ടർ ശ്രീമതി മിനി ആന്റണി IAS, കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ് അവർഗൻ, അമലഗിരി PK കോളേജിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ് വലിയപറമ്പിൽ, ലയണസ് ഡിസ്ട്രിക്റ്റിനെ കഴിഞ്ഞ വർഷം ധീരമായി നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ലയണസ് അനി തോമസ്, PK കോളേജ് അമലഗിരി NSS കോർഡിനേറ്റേഴ്സായ ജിനിത മിസ്, ആൻസി മിസ്, ലയണസ് പ്രവർത്തകരെ, കോട്ടയത്തെ അക്ഷരസ്നേഹികളെ, പ്രശസ്ത ചാനൽ അവതാരക, ടെലിവിഷനിലൂടെ ഏവർക്കും സുപരിചിതയായ ശ്രീമതി ഗീതാ ബക്ഷി എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡം കൃത്യമായി സ്വാഗതം. സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ കാണുവാനിടയായി. 20-നും 25-നും മധ്യേ പ്രായമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ യുവതി ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. തന്റെ വീട്, തന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് തയ്യാറാക്കി ഈ പ്രൊഫൈലിൽ നിറഞ്ഞു നിന്നത് ആ പെൺകുട്ടി ഏറ്റവും ഊന്നൽ കൊടുത്ത് സംസാരിച്ചത് സ്വാതന്ത്ര്യം എന്ന പദത്തെ പറ്റിയാണ്. താൻ ഒട്ടും സ്വതന്ത്രയല്ല എന്നും തന്റെ വീട്ടുകാർ തനിക്ക് കൽപ്പിച്ചു തരാത്ത സ്വാതന്ത്ര്യം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനും സ്വയം വളരുന്നതിനും തടസ്സമായി നിലകൊള്ളുന്നു എന്നുമൊക്കെയായിരുന്നു ഈ പെൺകുട്ടിയുടെ വാദം. ഷോയുടെ വിധികർത്താക്കൾ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു വളരുന്ന ഒരു കുട്ടി തന്നെയാണ് ഈ മത്സരാർത്ഥി. കേരളത്തിൽ നിലനിൽക്കുന്ന പുതിയ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യം അനുസരിച്ച് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ മാത്രം ഒരു സുരക്ഷയ്ക്ക് എന്നതുപോലെ സ്വന്തം അനുജനെ കൂട്ടിവിടുന്നു എന്നതാണ് ഈ പെൺകുട്ടി കണ്ട ഏറ്റവും വലിയ കുറ്റം, മാതാപിതാക്കളിൽ ആരോപിച്ച കുറ്റം. പുതിയ തലമുറയുടെ ചിന്താധാരകളിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 18-നും 25-നും മധ്യേ പ്രായമുള്ള രൂപഭംഗിയിലും മറ്റ് കഴിവുകളിലും മുൻപന്തിയിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ കോർത്തിണക്കിക്കൊണ്ട് പ്രസ്തുത ചാനൽ സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയും അതിപ്രശസ്തമായ ദർശന ബുക്ക് ഫെയറിനോടനുബന്ധിച്ച് ലയണസ് ഡിസ്ട്രിക്ട് ബോർഡ്, PK കോളേജ് അമലഗിരിയോടും ദർശന സാംസ്കാരിക കേന്ദ്രത്തോടും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ സ്ത്രീ ശാക്തീകരണ സമ്മേളനവുമെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നു തന്നെയാണ്, അതായത് സ്ത്രീകളെ ശക്തിമന്തരാക്കുക. 2 ദശകങ്ങളിൽ കേരളത്തിലെ പൊതുവേദികളിലും മാധ്യമങ്ങളിലൂടെ ഉള്ള വിചാരങ്ങളിലും ഏറ്റവും അധികം പ്രയോഗത്തില് അതില് ഒരു തെറ്റ് ഉണ്ട് എന്ന് പല പ്രാവശ്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വായിച്ചതായിട്ട് ഓർക്കുന്നു. സ്ത്രീ ശക്തീകരണമാണ് ശരി, ശാക്തീകരണമല്ല എന്നാണ് പണ്ഡിതമതം. രണ്ടാമത്തേത്, ഇത്രയേറെ ഉപയോഗിക്കപ്പെടുമ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് ആകൃതി നഷ്ടപ്പെട്ടു പോകുന്ന തൊപ്പി പോലെ പറയുന്നയാളും കേൾക്കുന്നയാളും അതിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് എത്താത്തത് കൊണ്ട് അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ആ ഒരു കാര്യത്തിൽ ഭാഷയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ ഒരു ക്രൈസിസ് നേരിടുന്ന ഒരു ടേം കൂടിയാണ്, ഒരു പ്രയോഗം കൂടിയാണ് അത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് മറ്റേതൊക്കെയോ ശക്തികൾ, അത് നിയമസംഹിതകളാകാം, സമൂഹമാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ആകാം, അവളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഏതാണ്ട് ഒരു സെക്കൻഡറി ലെവലിൽ നിന്ന് സ്ത്രീയുടെ പ്രജ്ഞയ്ക്ക് പാർട്ടിസിപ്പേഷനുള്ള, പങ്കാളിത്തമുള്ള ഒരു പ്രക്രിയയായിട്ട് പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്ന മാത്രയിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രയോഗമാണ് സ്ത്രീ ശാക്തീകരണം.
എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ, ജില്ലാ കലക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തുടനീളം ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ഏറെ പ്രസക്തിയുള്ള വിഷയമാണ് സ്ത്രീ ശാക്തീകരണം എന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് കലക്ടർ പറഞ്ഞത് ശരിയാണ്. സ്ത്രീകളുടെ ശക്തി, ഉള്ളിലുള്ള ശക്തി, അത് എടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നിമിഷത്തിൽ ഇവിടെ ദർശന പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഈ ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയതിൽ ബഹുമാനപ്പെട്ട പുതുശ്ശേരി അച്ഛനും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ചെയ്യേണ്ടി വന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ വളരെ അപമാനകരമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അത്രയും വളരെ നല്ല നിലയിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഈ ഭാരതത്തിൽ ജീവിക്കണമെന്ന്, തുല്യ അവകാശങ്ങളോടുകൂടി തുല്യ അധികാരങ്ങളോടുകൂടി ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാടിനെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് പുതിയ പുതിയ നിയമങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സ്ത്രീക്ക് അനുകൂലമായ നിയമങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ നിയമങ്ങളൊക്കെ തന്നെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ നമുക്ക്, നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അനുഭവവേദ്യമാകുവാനും അവർക്ക് അനുഭവിക്കുവാനും നമുക്ക് അവർക്ക് അനുഭവവേദ്യമായി തീരത്തക്ക രീതിയിലുള്ള ഒരവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ജനിക്കുന്നതും സ്ത്രീയായി ജനിക്കുന്നതും ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അതുപോലെ ഒരുപോലെ നമുക്ക് സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. ഇന്ന് നമുക്ക് അഭിമാനിക്കാം, കേരളത്തിന്റെ സെൻസസ് പ്രകാരം നമ്മുടെ ജില്ലാ കലക്ടർക്ക് അറിയാം, 1000 സ്ത്രീകൾ പുരുഷന്മാർക്ക് 1058 സ്ത്രീകൾ എന്നുണ്ട് നമ്മുടെ പഴയ സെൻസസ് അനുസരിച്ച്, ജനസംഖ്യാ കണക്കനുസരിച്ച്. ഇതിന് നമ്മൾ അഭിമാനം കൊള്ളുന്നു. കാരണം പെൺകുട്ടികളെ പ്രസവിക്കുവാനോ ഉള്ള മടി നമ്മൾ കാണിക്കുന്നില്ല. ഭ്രൂണഹത്യകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഇല്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വാസമുണ്ട്. ഈ 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകൾ ഇവിടെ ഉണ്ട്. 1058 സ്ത്രീകൾ 1000 പുരുഷന്മാർക്കുള്ളപ്പോഴാണ് ഇതുപോലുള്ള അതിക്രമങ്ങൾ സ്ത്രീകളുടെ മേൽ നടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അടുത്തു വരുന്ന തലമുറയിൽ നമുക്ക് ഈ ജനസംഖ്യയുടെ ഈ ഒരു പ്രൊപ്പോർഷൻ, ഈ ഒരു റേഷ്യോ നിലനിർത്താൻ കഴിയുമോ? ഞാൻ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായതിനു ശേഷം കലാലയ ജ്യോതി എന്ന് പറയുന്ന പരിപാടികളുമായി കോളേജുകളിലും സ്കൂളുകളിലും ചെല്ലുമ്പോൾ ആ സ്കൂളുകളില് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ പരിപാടികൾ നടത്തുന്നതെങ്കിലും 1ാം ക്ലാസ്സിലെ ഹാജർ പുസ്തകം ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയപ്പോഴേ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെയേറെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒന്നാണ്. നമ്മുടെ 1ാം ക്ലാസ്സുകളില് ആൺകുട്ടികളുടെ എണ്ണമാണ് പെൺകുട്ടികളുടെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് വന്നു? നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു മാറ്റം. അത് പെൺഭ്രൂണഹത്യയായി ഞാൻ ഇവിടെ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ നാട്ടില് ഈ പ്രീ ഡയഗ്നോസ്റ്റിക് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിംഗ നിർണയം നടത്തുവാനുള്ള അവകാശം ഈ നാട്ടിലില്ല. അതിനെതിരെ നിയമമുള്ളത് കൊണ്ട് തന്നെ അതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റ കുട്ടി, ഞാനത് വിശകലനം ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മാതാപിതാക്കള് ഒരാൺകുട്ടി ജനിച്ചാൽ എല്ലാമായി എന്ന് കരുതിക്കൊണ്ട് ഒരു കുട്ടി മതി എന്നുള്ള തീരുമാനമെടുക്കുന്നു. അതേസമയം ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം ഒരു സഹോദരനെ കൂടി വേണമെന്ന തീരുമാനം മാതാപിതാക്കള് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥാവിശേഷം ഒരുപക്ഷെ വന്നിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതാണോ യഥാർത്ഥത്തിലുള്ളത് എന്ന് നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും പെൺകുട്ടികളോടുള്ള വിവേചനം സ്വന്തം ഗ്രഹത്തിൽ തന്നെ തുടങ്ങുന്നില്ലേ? കുറച്ചു വീടുകളിലെങ്കിലും പെൺകുട്ടികളുടെ കഴിവുകൾ മുഴുവനും വളർത്തിയെടുക്കുവാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കാറുണ്ടോ? ഇവിടുത്തെ കോളേജുകളിലൊക്കെ തന്നെ ചുറ്റുപാടും നോക്കുമ്പോൾ സിസ്റ്റർ അടക്കം, സിസ്റ്റർ പ്രിൻസിപ്പലാണ്, ഒരുപക്ഷെ പെൺകുട്ടികളുടെ എണ്ണമായിരിക്കാം അവിടെ കൂടുതൽ.
ക്യാമ്പസിലുമുള്ള പൊതുപ്രവർത്തകരും അധ്യാപികമാരും ഒക്കെ നമ്മുടെ കുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും ഇത്തരം കഥകൾ വളരെ രഹസ്യമായി അവർ പറയുന്നത് കേൾക്കുന്നുണ്ടാകും. നമ്മളൊക്കെ മനസ്സുകൊണ്ട് നൊന്തു പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇതൊന്നും കേൾക്കാതെ ഈ ജീവിതം അങ്ങ് പോയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ന് പറയും നമ്മുടെ സമൂഹത്തിൽ മദ്യപാനം വർദ്ധിച്ചു വരുന്നതിന്റെ ഫലമായിട്ടാണ് ഡൽഹി പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയെ എത്രയോ ഒരു പൊതുവാഹനത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന അത്ര ദാരുണമായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളൊന്നും ഒരിക്കലും ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു പെൺകുഞ്ഞിനെ പിച്ചു ചിന്തിയ ഒരു സന്ദർഭം. അതേക്കുറിച്ച് നമ്മൾ വളരെയധികം വേദന പൂണ്ടു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സമരങ്ങൾ നടന്നു. ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ഒക്കെ നടത്തിയ ആഹ്വാനം അനുസരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി ഡൽഹി പെൺകുട്ടിയുടെ ആ സംഭവത്തിന് ഒരു പ്രതിഷേധം ഇന്ത്യയിൽ ആഞ്ഞടിക്കുകയുണ്ടായി. ഇതേക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സ് നോവുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കേൾക്കുന്ന ഇടുക്കി ജില്ലയില് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. 14 താഴെയുള്ള നമ്മുടെ ആൺകുട്ടികൾ അടക്കം പ്രതിസ്ഥാനത്ത് എത്തുന്നു. എന്തുകൊണ്ട്? വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ക്രിമിനലുകളായി മാറുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ 14 വയസ്സും 15 വയസ്സുമുള്ള കുട്ടികള് ഇന്ന് മദ്യപാനത്തിന്, മയക്കുമരുന്നിന് അടിമയാകുന്നു. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികള് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നു? ഇതിനു മുമ്പ് നമ്മുടെ നാട്ടില് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജീവിച്ചിരുന്നില്ലേ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നന്നായി ആളുകൾ ഇടപെട്ടിരുന്നില്ലേ? ഇന്ന് പുസ്തകമേളയാണ്. നമുക്കറിയാം നമ്മുടെ വായനശാലകളുടെ വലിയ പങ്ക്. നാട്ടിൻപുറങ്ങളിലെ വായനശാലകളിലേക്ക് ഇന്നത്തെ പോലെ പെൺകുട്ടികൾ കടന്നു ചെല്ലുന്നില്ലെങ്കിൽ പോലും ധാരാളം ആൺകുട്ടികള് പുസ്തകമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ കൊടുത്ത് വായന കൊണ്ട് ഒരുപാട് അറിവ് നേടിയിരുന്ന ഒരു കാര്യം. ഗ്രാമീണ വായനശാലകളോട് അനുബന്ധിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന കൂട്ടായ്മ, ക്ഷേത്ര ഉത്സവമാണെങ്കിലും പള്ളി പെരുന്നാളാണെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളെ പരസ്പരം അടുപ്പിച്ചിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദം, ഒരു കൂട്ടായ്മ നമ്മിലൊക്കെ ഉണ്ടോ? അല്ല, ഒരുപാട് പെൺപിള്ളേർ അങ്ങനെ ഇരിക്കുക. അവര് LLB വിദ്യാർത്ഥികളാണ്. ഇവര് നല്ല അഡ്വക്കേറ്റ് ഉണ്ട്. ഏറ്റവും നല്ല മനോഹരമായ പ്രസംഗമായിരുന്നു. സമയക്കുറവ് കൂടെ നമുക്ക് നിങ്ങൾക്ക് കേൾക്കാൻ അവസരമില്ല. ഇവർക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നാട്ടകം കോളേജ്, സൂര്യ പി സുനിൽ,